ഇന്ന് ചാലിയാറിൽ ഒരു ജനകീയ തിരച്ചിലായിരുന്നു നടന്നിരുന്നത്. സേനാ അംഗങ്ങൾക്കൊപ്പം തന്നെ വിവിധ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലായിരുന്നു. മുണ്ടേരിയിൽ നിന്ന് ഉള്ളുവനത്തിലായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത്. ഏതാണ്ട് 5 ശരീരഭാഗങ്ങളാണ് ആ ഭാഗങ്ങളിൽ നിന്നായി ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ തിരച്ചിലിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള വൈറ്റ് ഗാർഡ് അതോടൊപ്പം തന്നെ IRW പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത്. ഇവർക്ക് അവിടെ നിന്ന് ഒരു പേഴ്സിൽ കുറച്ച് പണവും അവിടുന്ന് ലഭിക്കുകയുണ്ടായി. അത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു. ഏത് ഭാഗത്തു നിന്നാണ് ആ പണം കിട്ടിയിട്ടുള്ളത്? അത് നമ്മളെ കുമ്പളപ്പാറ കോളനിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയിലാണ്. നമ്മൾ ബോഡി തെരഞ്ഞിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ മുന്നിൽപ്പെട്ടത്. ചെളിയിലൊക്കെ പെടുന്ന നിലയിലായിരുന്നു. 5000-6000 രൂപ പുറത്തും ഉള്ളിൽ ബാക്കി പണമായിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ആക്കിയിട്ട് ദീപ് കുമാർ സാറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പൈസൻ്റെ ഉള്ളിലായിട്ടുള്ളത് പൈസ. ഇന്നിപ്പം ആ ഭാഗത്ത് മുകൾ ഭാഗത്തേക്കായിരുന്നു നിങ്ങൾക്ക്? അതെ, മുകൾ ഭാഗത്ത് തരിപ്പമ്പാറിൻ്റെ അവിടെ എത്താൻ നേരത്ത് ഒരു പട്ടി വന്ന് സ്മെല്ലടിച്ചിട്ട് ഒരു ഇങ്ങനെ മാന്തുന്ന സമയത്ത് ഞങ്ങൾ ക്രോസ് ചെയ്ത് പോയിട്ട് അവിടെ നിന്നൊരു ബോഡി എടുത്തത്. അത് ഇവിടെ യൂത്ത് കെയറിൻ്റെ പ്രവർത്തകർ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് ഇത് കണ്ടത്. എന്താണ് അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സാധ്യതകളുണ്ട്, പക്ഷേ ഒരുപാട് മണ്ണിൻ്റെ അടിയിൽ അങ്ങനെ ആയിട്ടാണ് കിടക്കുന്നത്. എത്രത്തോളം കിട്ടുന്നില്ല പോസിബിൾ അല്ല. നായ്ക്കൾ കടിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ തെരഞ്ഞു പോയപ്പോൾ കണ്ടതല്ല, നായ്ക്കൾ കടിച്ചു വലിച്ചപ്പോഴാണ് നമ്മൾ കണ്ടത്. സ്മെല്ലടിച്ചപ്പോഴാണ് നമ്മൾ കണ്ടത്. ആ നായ അവിടെ മാന്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂല, അത്ര തായാണ് അതില്ല. ഈ സ്മെല്ലടിച്ചിട്ട് നായ്കൾ മാന്തി ഇങ്ങനെ അവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മൾ പിന്നെ കോട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് അക്കരെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഈ ഭാഗത്തായിട്ട് യൂത്തുകാരൻ്റെ പ്രവർത്തകരെ കൊണ്ടുവന്നിട്ട് ഉൾവനത്തിലേക്ക് മുകളിലേക്ക് കയറി പോയിരുന്നു. മുകളിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു 14ഓളം കിലോമീറ്റർ കയറി പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനി മനുഷ്യർക്ക് തിരയാവുന്നിടത്തോളം നമ്മൾ ഏകദേശം തിരഞ്ഞിട്ടുണ്ട്. മുന്നിൽ കാണുന്ന രൂപത്തിൽ കൈക്കോട്ടും കൈ ഉപകരണങ്ങളായിട്ടുള്ള തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇനി വല്ല JCB കാര്യങ്ങളോ കൊണ്ടുപോയി നടത്തുന്ന തെരച്ചിൽ കൊണ്ട് ഉപയോഗമുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പോയത് എന്നുള്ള മനസ്സിലായത്. കാരണം ഒരു 2-3 ആളായിട്ടിൽ മണ്ണും മരവും ഒന്നായിട്ട് കൂടി നിൽക്കുന്ന കുറേ തുരുത്തുകൾ ഈ പുഴയ്ക്ക് പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഇപ്പം കിട്ടിയ 2 ബോഡി, ഇപ്പം ബോഡിൻ്റെ ചെറിയൊരു ഭാഗം കിട്ടിയത് തന്നെ അവിടുന്ന് പട്ടി മാന്തി ഇതാക്കിയ യൂത്ത് കെയറിൻ്റെ ടീമിനാണ്, അത് പ്രവർത്തകരാണ് അത് കണ്ടത്. അത് തന്നെ അത് അവർ നേരെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മണം പിടിക്കുന്ന നായകളൊക്കെ ഉണ്ടല്ലോ, ഈ പല കടാവർ ഇനത്തിലെ വിട്ട് അത്ര നായകളെ കൊണ്ടുപോയി തിരഞ്ഞാൽ കിട്ടാൻ സാധ്യത? അങ്ങനെ കൊണ്ടുപോയി തിരഞ്ഞാൽ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു 4 ദിവസം മുമ്പ് നമ്മൾ ചാലിയാർ മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫയർഫോഴ്സിൻ്റെ ഒരു പട്ടിയെ കൊണ്ടുപോയിട്ട് തിരഞ്ഞിട്ട് പല ഏരിയയിലും പട്ടി പോയിട്ട് മാന്തുന്ന ഇടത്തും അല്ലെങ്കിൽ ചില ഏരിയയിൽ പോയിട്ട് പട്ടി കിടക്കും. അപ്പോൾ നമുക്കതൊരു സൂചന തരുന്നതാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് മാന്തുമ്പോൾ ചിലപ്പോൾ അത് കോഴിപ്പാട്സ് ആയിരിക്കും, ചില മൃഗങ്ങളുടെയായിരിക്കും, അല്ലെങ്കിൽ മീനായിരിക്കും. അങ്ങനെ ചില മണങ്ങൾ കൊണ്ട് പട്ടി തുടർച്ചയായി മാന്തുന്ന അവരെ കൊണ്ടാണ്. ഇപ്പോഴും 2 തെരുവ് നായകളാണ് നമ്മൾ അക്കരെ കടന്നിട്ട് 14 കിലോമീറ്റർ പോയപ്പം തെരുവ് നായകൾ പിന്നാലെ കൂടി. അപ്പോൾ അവരെയും കൊണ്ട് നേരെ പോയപ്പോഴാണ് നമുക്ക് ഈ സൂചന കിട്ടിയത്. അവിടെയുള്ള തുരുത്തുകളിലൊക്കെ വലിയ തരത്തിൽ മണ്ണ് വലിയ രൂപത്തിൽ തന്നെ മണ്ണടിഞ്ഞിട്ടുണ്ട്. നമ്മളെ മനുഷ്യ ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് സാധ്യമാവുന്ന രീതിയിലൊക്കെ നമ്മൾ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇനി സാങ്കേതികമായിട്ടുള്ള തെരച്ചിൽ നടത്തിയാലേ ഇനി എല്ലാം കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ അവസാനം കിട്ടിയത് പുയ്യരിച്ച രൂപത്തിൽ എല്ലും കൈയും ഒക്കെ വേർതിരിഞ്ഞ രൂപത്തിലാണുള്ളത്. ഇനി അങ്ങോട്ട് ദിവസങ്ങൾ പോകുന്തോറും നമുക്കിനി കിട്ടാൻ പോകുന്നത് എല്ലോ അല്ലെങ്കിൽ പുയ്യരിച്ച വളരെ മോശമായ രീതിയിലായിരിക്കും ഇനി മൃതദേഹങ്ങൾ കിട്ടുക. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിലിന് നേതൃത്വം നൽകിയ സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അവർ പറയുന്നത് അവിടെ വലിയ തരത്തിലുള്ള തുരുത്തുകൾ, വലിയ തരത്തിൽ മണ്ണ് അടിഞ്ഞു വന്ന് കിടക്കുന്നുണ്ട്. അതിന് താഴെ നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അത് തന്നെ ഈ നായകൾ സ്മെല്ലടിച്ച് അവിടെ എത്തിയപ്പോഴാണ് ഇവർക്ക് കണ്ടെത്തിയത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നായകളൊക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയാൽ ഒരു പക്ഷേ ഇനിയും അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താം എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പം ഇവർ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഒരു പൈസ, ഒരു പണത്തിൻ്റെ ഒരു ബാഗ്, ചെറിയൊരു പേഴ്സ് ലഭിക്കേണ്ട അതിപ്പോൾ ഇവർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു. ഏതായാലും ഇന്നത്തെ തെരച്ചിലിന് പങ്കെടുത്ത ആളുകളൊക്കെ ഇനി ഇപ്പോൾ തിരിച്ച് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം ഈ പ്രദേശത്ത് ചെറിയ മഴയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരിച്ചിൽ ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ചാലിയാറിൽ ഇന്നത്തെ നടത്തിയ തിരച്ചിലിൽ ഇപ്പോൾ ഇന്ന് 5 ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ജിഷ്ണു മിനങ്ങാടിക്കൊപ്പം ജംഷീർ കുടുങ്ങി, മീഡിയ 1 മലപ്പുറം.